നമ്മളുടെ ബുദ്ധി ബോധം എന്ന് പറയുന്ന കാര്യത്തെ സംരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ബുദ്ധിക്ക് കേടുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യുവാൻ നമുക്ക് പാടുള്ളതല്ല. ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് പാടില്ലാത്തതാണ്. ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ചതാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, ഖംറും അതുപോലെ തന്നെ ചൂതാട്ടവും കള്ളും ലഹരിയും അതുപോലെ ചൂതാട്ടവും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രതിഷ്ഠകളും അതുപോലെ ലക്ഷണം നോക്കലും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം ശൈത്താന്റെ മ്ലേച്ഛതകളിൽപ്പെട്ട മോശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. വിജയിക്കണോ? ഇവയെ ഉപേക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾക്ക് വിജയിക്കണോ? നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പറഞ്ഞ അതായത് മദ്യമാകുന്ന അതായത് ലഹരിയാകുന്ന എന്തൊക്കെയുണ്ടോ ഇതെല്ലാം ഒഴിവാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുക. ഇങ്ങനെ ഒഴിവാക്കിയാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. ഖംറി വൽ മൈസിർ, ഈ കള്ളുകൊണ്ടും അതുപോലെ തന്നെ ചൂതാട്ടം കൊണ്ടും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അതാണ്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനുള്ള ദിക്റിൽ നിന്നും നിങ്ങളെ തടയാനും വഅനിസ്സലാഹ്, നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. യുവാക്കളെ, ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഈ ലഹരിയുടെയും അതുപോലെ തന്നെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന ഈ പദാർത്ഥങ്ങൾ അത് പല പേരുകളിലും പല രൂപത്തിലും ഇന്ന് നാട്ടിൽ ലഭ്യമാണ്. ആ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് അധിക പേരും മുസ്ലിമീങ്ങളാണ് എന്നത് ഇതിന്റെ അപകടത്തെ വിളിച്ചോതുന്നത്. പലരും മുസ്ലിം പേരുകളിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതല്ലെങ്കിൽ പലരും പ്രചരിപ്പിക്കുന്നത് മുസ്ലിം പേരുകൾ മാത്രമാണ് എന്ന് വേണം പറയാൻ. അതും തന്നെയുമല്ല, മുസ്ലിമീങ്ങളിലേക്ക് എത്തിക്കാൻ അത് പ്രത്യേകമായി അതിന് ശ്രമിക്കുന്നവരും ഉണ്ട്. സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ടുണ്ടാകുന്നത്? അവസാനമായി പറഞ്ഞ ഈ ലഹരി കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായ ദീനിലെ അദ്ദറൂറിയാത്തുൽ ഖംസ്, ഈ 5 കാര്യങ്ങളെയും നശിപ്പിക്കുന്നതാണ് അവസാനം ഈ പറഞ്ഞ ലഹരി. ഒന്നാമതായി ദീൻ, ആ ദീനിനെ അത് നശിപ്പിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവൻ അവൻ ദീനുമായി നിലനിൽക്കുന്നത് ഒരിക്കലും നമുക്ക് കാണുക സാധ്യമല്ല. നിസ്കാരത്തിൽ അവന് ശ്രദ്ധയുണ്ടാവുകയില്ല, നിസ്കാരം അവനുണ്ടാവുകയില്ല, നോമ്പ് അവനുണ്ടാവുകയില്ല, സകാത്ത് അവനുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളിൽ നിന്നും ലഹരി ഉപയോഗിച്ച് അവസാനം ദീനിൽ നിന്ന് തന്നെ തെറിച്ചുപോയി മുർത്തദ്ദുകളായി നടക്കുന്ന ആളുകൾ നമുക്ക് പാഠമാണ്. ലഹരിയുടെ ഉപയോഗം കാരണം മാത്രം ദീനിൽ നിന്ന് തെറിച്ച് മുർത്തദ്ദായ എത്രയോ മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ നിന്ന് കാഫിറായി പോയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലഹരി കൊണ്ട് അവൻ ഒന്നാമതായി നഷ്ടപ്പെടുന്ന അവന്റെ ദീനാണ്. ഈ ദീൻ, അവന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരത്തിൽ അവൻ എന്താണ് പറയുന്നതെന്ന് അവന് ബോധമില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ലഹരിയുമായി പള്ളിയിലേക്ക് വന്നാലുള്ള അവസ്ഥയാണ്. വരാറില്ല. വന്നാൽ അവന്റെ നിസ്കാരം അവൻ അറിയുകയില്ല, അവന്റെ നോമ്പ് എന്തിനെന്ന് അവൻ അറിയുകയില്ല.
കാരണം അവന്റെ തല പോയി കഴിഞ്ഞിരിക്കുന്നു, അവന്റെ ബുദ്ധി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ലഹരികൾ അത് നശിപ്പിച്ചു കളയുന്നതാണ് ബുദ്ധിയെ എന്ന്. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തേക്ക് ഇന്നലത്തെ ബുദ്ധി മനുഷ്യന് തിരിച്ചു കിട്ടാത്ത കോലത്തിലേക്ക് അത് മാറ്റിക്കളയുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ആ ലഹരികളിലേക്കാണെന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമതായി ആ ബുദ്ധി കൊണ്ട് ഇവൻ ഇല്ലാതാകുന്നത്, ലഹരി കൊണ്ട് അവൻ ഇല്ലാതാകുന്നത് അവന്റെ ദീനാണ്. ലഹരി കാരണത്താൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് നമ്മളൊന്ന് എടുത്തു നോക്കും. ലഹരി കാരണത്താൽ 50 പൈസയുടെയും അതുപോലെ തന്നെ മറ്റും പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത് പലപ്പോഴും ലഹരിയായിരിക്കും. എത്രയോ കൊലപാതകങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലഹരിയാ. എത്രയോ മുഅ്മിനീങ്ങൾ കൊല്ലപ്പെട്ടത് പിന്നിൽ ലഹരിയാ. നമുക്കറിയാം, കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പേടിയാ. കാരണം ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഈ ഇന്ന ഡ്രഗ്സ് അടിച്ച് വന്നിട്ടുള്ളവൻ അവൻ എന്നെ കൊല്ലുമോ എന്ന് കച്ചവടക്കാരൻ അറിയുകയില്ല. ഇതെന്റെ പാർക്കിംഗ് ആണ് എന്ന് പറയാൻ കച്ചവടക്കാരന് പേടിയാ. കാരണം അവൻ ഏത് ലഹരിയിലാണുള്ളത് എന്ന് കച്ചവടക്കാരൻ അറിയുന്നില്ല. അവൻ പാർക്കിങ്ങിന് വേണ്ടി സംസാരിച്ചാൽ പോകുന്നത് പാർക്കിംഗ് അല്ല, അവന്റെ ജീവനാണ്. ഈ ഭയത്തിലാണ് കച്ചവടക്കാരുള്ളത്. റോഡ് സൈഡിൽ കച്ചവടം നടത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല. കാരണം ലഹരിയാണ്. അവന്റെ ഉള്ളിലുള്ളത് എന്താണ്? അവൻ മനുഷ്യനല്ല എന്ന ബോധത്തിലാണ് കച്ചവടക്കാരൻ സംസാരിക്കുന്നത്. ഒരു മൃഗത്തെ മെരിക്കുന്നത് പോലെയാണ് അവൻ ആ ലഹരി ബാധിച്ചവനോട് സംസാരിക്കുന്നത്. പിടിച്ച നായയെ എങ്ങനെയാണ് മെരുക്കാൻ സാധിക്കുക? ആ രൂപത്തിൽ കച്ചവടക്കാരൻ ലഹരിക്കടിമപ്പെട്ട ആളോട് സംസാരിക്കുന്നു. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അവനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ പ്രശ്നമാണ്. അവനെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അതും പ്രശ്നമാണ്. ജീവൻ നഷ്ടപ്പെടുന്നു ലഹരിയാൽ. എവിടെയാണ് ഇതിന്റെ കണക്കുകൾ കൊണ്ടുവെക്കുക? അഭിമാനം എത്രയാണ് നഷ്ടപ്പെട്ടത്? ലഹരി ഉപയോഗിക്കുന്നവന്റെ അഭിമാനത്തിന് എന്ത് വിലയാണുള്ളത്? 1-2 വർഷങ്ങൾക്കുള്ളിൽ ഒരു ഭ്രാന്തനായി അവൻ നമ്മളുടെ തെരുവുകളിലൂടെ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭ്രാന്തനായി, മുഴുഭ്രാന്തനായി നടക്കുന്നത് അവനതാ നടക്കുകയാണ്. കാരണം 2 വർഷമായി അവൻ ഇന്ന മരുന്ന് ഉപയോഗിക്കുന്നു. ഇന്ന മരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ലഹരി ഉപയോഗിക്കും. അവന്റെ തല പോയി എന്നാണ് പറയും. അവന്റെ അഭിമാനം നഷ്ടപ്പെടുകയാ. സ്ത്രീകളുടെ അഭിമാനം നഷ്ടപ്പെടുകയാ. കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുകയാ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് അവന്റെ ലഹരി അവൻ കച്ചവടം ചെയ്യുകയാ. ഹറാമായ രീതിയിലുള്ള സമ്പാദ്യം, അൽമാൽ, ധനസംരക്ഷണം എന്നത് അവനിൽ നിന്ന് നഷ്ടപ്പെടുകയാ. ചെറിയ ഗ്രാമുകൾക്ക് 1000-ഉം അതുപോലെ തന്നെ അതിനധികവും കൊടുത്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ലഹരി വാങ്ങുന്നത്. ഒരൊറ്റ വലിക്ക് വേണ്ടി 1000-ഉം 2000-ഉം 3000-ഉം കൊടുക്കാൻ പട്ടിണി കിടക്കുന്നവനാണെങ്കിലും അതിനുവേണ്ടി ചെലവഴിക്കാൻ, അതിനുവേണ്ടി ആളുകളിൽ നിന്നും കളവ് നടത്താൻ, അതിനുവേണ്ടി ആളുകളിൽ നിന്നും പിടിച്ചവർ നടത്താൻ ആളുകൾക്ക് മടിയില്ല. കാരണം അവൻ ലഹരിയില. ലഹരിക്ക് വേണ്ടിയാ എന്തും ചെയ്യും. ചോദിക്കപ്പെടുന്നവൻ കൊടുക്കേണ്ടി വരുന്നു. കാരണം അവൻ എന്തും ചെയ്യും. ലഹരിയാണ് കാരണം. സഹോദരങ്ങളെ, മടങ്ങേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്. നഫ്സിന് പ്രശ്നമാണ്, നമ്മളുടെ ദീനിന് പ്രശ്നമാണ്, നമ്മളുടെ അഭിമാനത്തിന് പ്രശ്നമാണ്, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് പ്രശ്നമാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രശ്നമാണ് അവിടെയും. പോരാത്തതിന് ആളുകൾക്ക് ഒരുത്തനിൽ നിന്ന് അടുത്തവനിലേക്ക് പടരുകയാണ്. ഒരൊറ്റ വലിച്ചാൽ മതി, ഒരൊറ്റ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് ചെയ്തു നോക്കാം എന്ന രൂപത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് ജീവിതത്തിൽ അവന് രക്ഷയില്ലാത്ത രൂപത്തിൽ ലഹരിക്കടിമപ്പെട്ടു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഏറ്റവും വലിയ ഹറാമുകളിൽ ഒന്നാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഖമർ എന്ന് പറയുന്നത് വളരെ നിഷിദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കള്ളിന്റെ കാര്യത്തിൽ, കള്ളെന്ന് പറഞ്ഞാൽ കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ബാധിക്കുന്നതും അത് കള്ളിനെ പോലെ തന്നെ അത് ഹറാമാ. എല്ലാ ലഹരി ബാധിക്കുന്നു. കള്ള് എന്ന് പറഞ്ഞ് ബോട്ടിൽ വന്നത് മാത്രമല്ല, കള്ളിന്റെ പണിയെടുക്കുന്ന എല്ലാം അത് തന്നെയാണ് അതിന്റെ അവസ്ഥ. അതിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആളുകളെ ശപിച്ചിരിക്കുന്നു. 10 പേരെ ശപിച്ചിരിക്കുന്നു. അത് ഉണ്ടാക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, ആർക്ക് വേണ്ടിയാണോ വിൽക്കുന്നത്, ആരിലേക്കാണോ വഹിക്കുന്നവൻ, വാങ്ങുന്നവൻ, ഉപയോഗിക്കുന്നവൻ, ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചവൻ, അങ്ങനെ തുടങ്ങി 10ഓളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളതാണ് ലഹരി പദാർത്ഥങ്ങൾ. സഹോദരങ്ങളെ, ദീനിനെ മുഴുവനായി ഇല്ലാതാക്കി കളയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നു. ഒരുത്തൻ നിരീശ്വരവാദിയായിട്ടുണ്ട്, ഉറപ്പിച്ചോ അവൻ ലഹരി ഉപയോഗിക്കുന്നവനായിരുന്നു. ഒരുത്തൻ മുസ്ലിം അല്ലാതായി പോയി, അതിനർത്ഥം എന്താണ്? അവൻ ഇന്നലെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യനെ ദീനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്ന പദാർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല യുവാക്കൾ, ഈ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ.